നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം തീരുമാനിച്ചാൽ നടക്കാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചന്ദ്രൻ? അതുകൊണ്ട് അങ്ങനെ ഒരു കൂട്ട് വരില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വരാം, വരാതിരിക്കാം. നിന്റെ താലിച്ചരടിന്റെ ആയുസിനെ ആശ്രയിച്ചിരിക്കും അത്. എന്നെ മോളെയും വഴിയാധാരാക്കിയിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? വെറുതെ അല്ല ഇങ്ങനെ ആയത്. ആധാരം അങ്ങനെ എഴുതി കൊടുത്തതുകൊണ്ടാ ഇങ്ങനൊരവസ്ഥ വന്നത്. ദൈവം ശിക്ഷിച്ചതാ. എന്നാലും എന്റെ മനോഹര, നീ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇത്രയും നാളും ഇത് ഞങ്ങളുടെ വീടാണെന്ന് തോന്നിയിരുന്നു. ഇപ്പൊ മുതൽ അത് അങ്ങനെ അല്ലാതാക്കി കളഞ്ഞല്ലോ മോനെ നീ. എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ചെയ്തത്? അവളെ എങ്ങനെ വിശ്വസിക്കും? ഈ വീടും വിറ്റ് ആ കാശും കൊണ്ട് അവളെ എങ്ങോട്ടെങ്കിലും പോയാ നമ്മൾ എന്ത് ചെയ്യും? അതെ, ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. നിനക്കാണല്ലോ അവളെ കുറിച്ച് അറിയാവുന്നത്. ഇങ്ങനെ ഒരു ആധാരം നടന്ന വിവരം രഹസ്യമായി വെച്ചവളാ അവള്. കാഞ്ഞ ബുദ്ധിയാ. അവള് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ. എന്റെ സന്തോഷം എന്താണെന്ന് അറിയോ? ഈ വീടും സ്ഥലവും ആ ശരത്തേട്ടന് കിട്ടിയില്ലല്ലോ എന്നുള്ളതാ. അതിനേക്കാൾ എത്രയോ നല്ലതാ അമ്മേ ഏട്ടത്തിക്ക് കിട്ടുന്നേ. നിനക്ക് ഇത്രയും വിവരം ഇല്ലാതായി പോയില്ലോ മോളെ. എടി, ശരത്തിന് കിട്ടിയാൽ നിനക്ക് കിട്ടുന്നത് പോലെ അല്ലേ? എനിക്ക് ഈ സ്വത്തൊന്നും വേണ്ട മുത്തശ്ശി. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഈ വീട് സ്ഥലവും ഏട്ടനല്ലേ കിട്ടൂ. ഏട്ടന്റെ ഭാര്യയല്ലേ എടുത്തി. അപ്പൊ പിന്നെ ഏട്ടനെ എന്നെ കിട്ടിയെന്ന് വിചാരിച്ച പോരെ? ഇല്ലടി, എനിക്കങ്ങനെ കരുതാൻ പറ്റില്ല. എനിക്കിത് സഹിക്കാനും പറ്റില്ല. അതെ, ഇനി അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആധാരമൊക്കെ നടന്നു കഴിഞ്ഞു. ഒന്നെങ്കിൽ അമ്മ മിണ്ടാതെ ഈ വീട്ടില് ഒരിടത്ത് ഇരിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. ഇതല്ലാതെ വേറെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അച്ഛൻ ചെയ്തതേ 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. അച്ഛന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കുകയാണല്ലോ വേണ്ടത്. തോൽപ്പിച്ചോ? തോൽപ്പിച്ച് അവസാനം സ്വയം തോൽക്കാതിരുന്നാ മതി. അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ പൊരുള്. വാമേ, ഇവർക്കൊന്നും നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയില്ല. കല്യാണമാ ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്തു വേണോന്നേ ഞങ്ങൾ തീരുമാനിക്കും. നീ വാടി. ശരിക്കും അച്ഛനൊരു ഷേക്ക് ഹാൻഡ് തരണം. ഗംഭീരായ അച്ഛ. ഒരച്ഛൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ തന്നെ അച്ഛൻ പെരുമാറി. എന്താ അമ്മ? നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടില്. ശ്രുതിമോള് നിന്റെ കൂടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ മോനെ. ഉണ്ടായിരുന്നു. നിരഞ്ജമെന്ന് ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാ നീ വിട്ടത്? 1-2 ദിവസം അവളെ നിന്റെ കൂടെ നിർത്താൻ പാടില്ലായിരുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മമ്മ, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? നിനക്കതിനുള്ള അവകാശമില്ലേ? അതുകൊണ്ടൊന്നും അല്ല മമ്മ, അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. വെറുതെ എന്തിനാ അറിഞ്ഞോണ്ട് ഞാനൊരു വഴക്ക് തുടങ്ങി വെക്കുന്നേ? ഇവിടെയാണെങ്കി അക്ഷരയുടെ അച്ഛൻ ആകെ കലിതുള്ളി നിൽക്കുക. ഏട്ടന് ദേഷ്യം മുഴുവൻ നിന്നോടാ. ഏട്ടൻ നിന്നെ പ്രാകാത്ത ഒരു ദിവസം പോലും ഇല്ല.
നിനക്കതൊന്നും ഏൽക്കാതിരുന്നാ മതിയായിരുന്നു എന്നാ എന്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. എല്ലാ പ്രാക്കുകളും എനിക്ക് ഏക്കും അമ്മ. അത്ര വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തത്. അത് തിരുത്താൻ നീ തയ്യാറാണല്ലോ. എങ്ങനെ തിരുത്താൻ പറ്റുമെന്നാ? അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു മമ്മ. ഞാനിപ്പോ ഒരുപാട് ദൂരെയാ. ആ പ്രശ്നം തീർക്കാൻ എനിക്കിപ്പോ ഒരാഗ്രഹവും ഇല്ല. ശ്രുതിമോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? അവളിപ്പോ കൊച്ചുകുട്ടിയാ. അവൾക്കിപ്പോ ഒന്നും അറിയില്ല. അവൾ അറിയുമ്പോ, സത്യം മനസ്സിലാക്കുമ്പോ അവള് നിന്റെ അടുത്ത് വന്ന് നിൽക്കാനല്ലേ നോക്കൂ. അവളുടെ ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മമ്മ. അവൾ അവിടെ നിൽക്കൂ, അക്ഷരയുടെയും നിരഞ്ജന്റെയും കൂടെ. പിന്നെ അങ്കിള് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞത്, ആ ദേഷ്യമൊക്കെ ഞാൻ മാറ്റിക്കോളാം മമ്മ. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്നാ എത്രയും വേഗം അതിനുവേണ്ടി നീ ശ്രമിക്കേ. ഏട്ടന്റെ ദേഷ്യം അറിയാ, നമുക്കൊരു കുടുംബം പോലെ കഴിയാം. എത്ര കാലമായടാ ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങള്? എനിക്ക് നിന്റെ ഒപ്പം കഴിയണം. ഇനി എത്ര കാലം ഉണ്ടാവും ഞാൻ? എങ്ങനെയെങ്കിലും അതിനുള്ള അവസരം നീ ഉണ്ടാക്കി താടാ. എല്ലാവരുടെ ആഗ്രഹങ്ങളും ഞാൻ നടത്തിത്തരും. കുറച്ച് സമയം കൂടി എനിക്ക് തന്നാ മതി. അത് കഴിയുമ്പോ ആർക്കും ഒരു പരാതിയും എന്നെക്കുറിച്ചുണ്ടാവില്ല. എന്നെ ഇപ്പൊ വെറുക്കുന്നവർ പോലും എന്നെക്കുറിച്ച് പിന്നെ നല്ലതായി പറയൂ. അതൊന്ന് കണ്ടാ മതിയായിരുന്നു അമ്മയ്ക്ക്. മമ്മ വെച്ചോ, ഞാനിടയ്ക്ക് മമ്മയെ വിളിച്ചോളാം. ശരി മോനെ, ശരി. മോളെ, എന്താ എടുത്തി? നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല, നിനക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ ഇത്? അത് എന്റെ പേരിൽ മാത്രം അച്ഛൻ എഴുതി തരുന്നത് ശരിയല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നോട് നീതി കാണിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ഏട്ടത്തി എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ദേ എന്റെ ഏട്ടത്തി, വീട് മാത്രമല്ല കുറെ കാശും സ്വർണ്ണവും ഒക്കെ തന്നാലും ഏട്ടത്തിയോടുള്ള കടം തീരുമോ ഈ വീട്ടിലുള്ളവർക്ക്? എന്തൊക്കെ തന്നാലും സുധേട്ടന് പകരം ആവോ? എനിക്ക് ഒരു വിഷമവും ഇല്ല ഏടത്തി, മറിച്ചേ സന്തോഷേ ഉള്ളൂ. അർഹിക്കുന്ന കയ്യിൽ തന്നെയാ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ വീട് എന്നും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. നിനക്ക് നീരസന്ധയിൽ തോന്നിക്കാണൂന്നായിരുന്നു എന്റെ പേടി. ഇപ്പൊ അത് മാറി. അതെ, എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ശരത്തിന് ഇത് കിട്ടില്ലെന്നുള്ളതാ. ഇതിലും വലിയ തിരിച്ചടി ഇനി അവന് കൊടുക്കാനില്ല. ആ അല്ല എടുത്തേ, എനിക്കൊരു സംശയം. വീട് കിട്ടാത്ത സ്ഥിതിക്ക് ശരത് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെ സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. സ്വത്തിലാണല്ലോ എപ്പോഴും അവന്റെ കണ്ണ്. അതില്ലെങ്കിൽ നിന്നെ എന്തിന് കല്യാണം കഴിക്കണം എന്ന് ചിലപ്പോ അവൻ ചിന്തിക്കും. ഹോ, അങ്ങനെ വന്നാ രക്ഷപ്പെട്ടു. മനസമാധാനത്തോടെ ഇരിക്കാമല്ലോ. അതെ, പക്ഷെ അങ്ങനെ അവൻ തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളാരും ചിന്തിക്കാത്ത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ശരത്ത്. അതുകൊണ്ടൊന്നും ഉറപ്പിക്കണ്ട. അച്ഛന് സമ്മതിക്കണം. ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരാളാണ് അച്ഛനെന്ന് എനിക്കറിയില്ലായിരുന്നു. ആധാരം എഴുതി വെച്ചു എന്ന് എനിക്കും അറിയില്ലായിരുന്നു. എന്തായാലും വീടും സ്ഥലവും അവന്റെ കയ്യിൽ ചെന്ന് പെട്ടില്ലല്ലോ. പെട്ടിരുന്നെങ്കിൽ നമ്മളെല്ലാരും അവൻ അടിച്ചിറക്കിയേനെ. പിന്നെ ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ കഴിയേണ്ടി വന്നേനെ നമുക്ക്. ഒരു തരത്തില് അതിന് നന്ദി പറയേണ്ടത് ഏട്ടത്തിയോട് കൂടിയാ. ഏട്ടത്തിയുടെ സ്വഭാവം നല്ലതായതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ എഴുതി വെച്ചത്. അല്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യൂ? എഴുതിയത് അച്ഛനാണെങ്കിലും ഏട്ടത്തി ഉള്ളതുകൊണ്ടാ അത് നടന്നത്. ദേ സന്തോഷായിട്ടിരിക്കെ.
സുധിയേട്ടന്റെ ആത്മാവ് ഇപ്പോഴായിരിക്കും സന്തോഷിക്കുന്നത്. അച്ഛന് ഇത്രയും ദീർഘവീക്ഷണം ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ശരിക്കും ഞെട്ടിച്ചളഞ്ഞു. ഒന്നും ആരും അറിയരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. ശരത്ത് ഏതു നിമിഷം അപായപ്പെടുത്തുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അങ്ങനെ സംഭവിച്ച ദേവിയും കുടുംബവും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും അച്ഛൻ ഭയന്നിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാ ഈ വിവരം സിദ്ധു എന്നീന്ന് മറച്ചു വെച്ചത്? അച്ഛൻ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാ. ഈ വിവരം പുറത്തറിഞ്ഞ ശരത്തിന്റെ ദേഷ്യം മുഴുവൻ ദേവിയോടായിരിക്കും. ദേവിക്കൊന്നും പറ്റരുത്, അതായിരുന്നു അച്ഛന്റെ മനസ്സിൽ. ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടിയതാ സിദ്ധു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആരാ സ്നേഹിക്കുക ഇങ്ങനെയൊക്കെ? അത് ശരിയാ, ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും ചെയ്യത്തില്ല. എന്തായാലും ഇനി അങ്ങോട്ടാ പ്രശ്നം. രഹസ്യം ഇപ്പോ പുറത്തായി കഴിഞ്ഞു. എന്താണോ അച്ഛൻ ഭയന്നത് അത് സംഭവിച്ചു കഴിഞ്ഞു. സ്വത്തിനു വേണ്ടിയാണല്ലോ ശരത്ത് പലതും ചെയ്തത്. അത് കിട്ടാതെ വന്ന സ്ഥിതിക്ക് ഇനി ദേവികയായിരിക്കും ശരത്ത് നോട്ടമിടുന്നത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനവൻ. സൂക്ഷിക്കണം. എന്നെ അവനെ എന്ത് ചെയ്യും? കൊല്ലു? കൊന്നാൽ അവന് സ്വത്ത് കിട്ടോ? ഇല്ലല്ലോ. അവൻ ശരിക്കും പെട്ടു സിദ്ധു. ഇനി അവൻ ആഗ്രഹിച്ചതൊന്നും നടത്തിയെടുക്കാൻ പറ്റില്ല. അച്ഛൻ വേറൊരു ക്ലോസ് കൂടി ആധാരത്തിൽ വെച്ചിട്ടുണ്ട്. 3 വർഷം കഴിയാതെ ക്രയവിക്രയങ്ങളൊന്നും തന്നെ നടത്താൻ പറ്റില്ല. 3 വർഷത്തിനുള്ളിൽ എന്തായാലും നിത്യയുടെ കല്യാണം കഴിയും. അപ്പോഴേക്കും ആ ശരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയൊരു ഡ്രാഫ്റ്റാ അച്ഛൻ നടത്തിയിരിക്കുന്നത്. എന്റെ സഹായം വളരെ കുറച്ചേ അച്ഛന് വേണ്ടി വന്നുള്ളൂ. എല്ലാം ഉറപ്പിച്ചിട്ടാ അച്ഛൻ എന്നെ കാണാൻ വന്നത്.